ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനും സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് കുറച്ച് ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ്. ബിസി മീൻസ് ആകെപ്പാട് ബിസി ഉള്ളത് കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലൊക്കെ കേട്ടോ. ബാക്കി ഇന്നലെ ഞാൻ പ്ലാൻ ചെയ്ത് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. കാരണം ഇന്ന് കുട്ടികളെ പഠിപ്പിക്കേണ്ട ദിവസമാണ്. നാളെ അവർക്ക് ഫൈനൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും ഓരോ സൈഡിലിരുന്ന് രണ്ടുപേരും പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ഇന്നത്തെ ദിവസം ഫുൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ലൈഫിലെ തന്നെ കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ മിക്ക ആൾക്കാരും നമ്മളിങ്ങനെ നമ്മൾ ചുറ്റും നോക്കുമ്പോൾ കാണാറുണ്ട്. ചില ആൾക്കാർ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എന്താ ചെയ്യുക, ഒന്നും ആവുന്നില്ലല്ലോ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആണ്, എനിക്ക് ഭയങ്കര ടെൻഷനാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? മിക്കവാറും ഈ ഒരു ടൈറ്റിലിൻ്റെ കണ്ടൻറ്റ് കണ്ടിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ആയിരിക്കണം ഇവിടെ ഈ വീഡിയോ കാണാൻ വന്നിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു റിയൽ ലൈഫ് ഞാൻ പറയാം കേട്ടോ. ഇപ്പോൾ നമുക്ക് എത്ര ഇനി ഏത് ഏജും ആയിക്കോട്ടെ, എത്ര ലേറ്റും ആയിക്കോട്ടെ, നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. പതുക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇനിയും നിങ്ങൾക്ക് റീസ്റ്റാർട്ട് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം നിങ്ങളുടെ മുന്നിൽ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യാൻ പോകരുത്. ഇനിയിപ്പോൾ ഈ വയസ്സാം കാലത്താണോ രക്ഷപ്പെടുന്നത്, അങ്ങനൊന്നും ചിന്തിക്കില്ല. 35 വയസ്സായിക്കോട്ടെ, 40 വയസ്സായിക്കോട്ടെ, 30 വയസ്സായിക്കോട്ടെ, നിങ്ങൾക്ക് ഒട്ടും ലേറ്റായിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ എന്തൊക്കെയോ കാര്യങ്ങൾ എൻ്റെ 20s എൻ്റെ 30യുടെ സ്റ്റാർട്ടിങ്ങിലാണ് റിയലി ഞാൻ എനിക്ക് വേണ്ട കാര്യങ്ങൾ പീസ്ഫുള്ളായിട്ട് ഡിസിപ്ലിൻഡായിട്ട് എന്തൊക്കെയോ ഞാൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് കോൺഫിഡൻസ് വന്നൊരു സമയം. ആ 20s എന്നൊക്കെ പറയുന്ന സമയത്ത് എന്തൊക്കെയൊക്കെയോ ചെയ്യുന്നുണ്ട്, പക്ഷേ എവിടെ എത്തിയില്ല. പക്ഷേ ഇപ്പം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡിസിപ്ലിൻഡായിട്ട് എനിക്കെന്താ വേണ്ടതെന്ന് മനസ്സിലാവാനായിട്ട് ഇത്രയും സമയമെടുത്ത്. എൻ്റെ പീസ്ഫുള്ളായിട്ടുള്ള കാര്യം എന്താണ്, എനിക്ക് എന്ത് വേണം, എങ്ങനെയാണ് എൻ്റെ ഹാപ്പിനെസ് ഉണ്ടാവുന്നത്. കാരണം നമുക്ക് ഈ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് നമ്മളുടെ ആയുസ്സിനും നമ്മളുടെ മെൻ്റൽ ഹെൽത്തൊക്കെ വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ളതാണ്. നമുക്ക് നല്ല രീതിയിൽ നമ്മൾ ഹാപ്പി ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് കുറഞ്ഞിരുന്നാൽ മാത്രമാണ് നമുക്ക് ഒരു പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ എയിമിലേക്ക് എത്താനായിട്ട് നമ്മളെ സഹായിക്കുകയുള്ളൂ. അതെനിക്ക് മനസ്സിലായപ്പോഴാണ് ഞാൻ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. പതുക്കെയാണ് എല്ലാം സ്റ്റാർട്ട് ചെയ്തത്. പൈസയാണ് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ബേസിക് ആയിട്ടുള്ള എൻ്റെ ഒരു എല്ലാത്തിൻ്റെയും ഒരു ഡിസിപ്ലിൻ്റെ തുടക്കം കേട്ടോ. ചെറിയൊരു പാസീവ് ഇൻകം കണ്ടുപിടിച്ചതിൽ നിന്നാണ് പതുക്കെ പതുക്കെ മുന്നോട്ട് പോകാനുള്ള ഒരു കോൺഫിഡൻസും എനിക്ക് വേണ്ടത് എന്താണെന്നുള്ളത് ചെയ്യാനുമുള്ള ഒരു സാഹചര്യം എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്ര ഇനി നിങ്ങൾ ലേറ്റ് ആയാലും കുഴപ്പമില്ല. ജസ്റ്റ് ഇന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എന്താ വേണ്ടതെന്നുള്ളത് ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴേക്കും നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ഓക്കെ, നിങ്ങളിനി ലേറ്റായി പോയി എന്നൊന്നും ചിന്തിക്കേണ്ട കേട്ടോ. അപ്പം നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്. എന്നെ സംബന്ധിച്ച് എനിക്ക് എന്തായിരുന്നു ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റത്തെ കാര്യം എൻ്റെ ഹെൽത്ത് വീക്കാവുന്നു, എൻ്റെ മെൻ്റൽ ഹെൽത്ത്. ഈ രണ്ട് കാര്യം ഭയങ്കരമായിരുന്നു. അതായത് എൻ്റെ ജോലികളൊന്നും തീരുന്നില്ല, എനിക്ക് ഭയങ്കര സ്ട്രെസ്സ്, എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. ഫസ്റ്റത്തെ എൻ്റെ പ്രോബ്ലം അതായിരുന്നു ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോഴാണ് ഞാൻ എന്ത് ചെയ്തത്, എൻ്റെ ജോലി ക്വിറ്റ് ചെയ്തത്. പക്ഷേ ക്വിറ്റ് ചെയ്യാനൊരു റീസൺ ഉണ്ടായിരുന്നു. അതായത് മെയിൻ റീസൺ ഇത് തന്നെയായിരുന്നു. റീസൺ എന്നല്ല ഞാൻ പറയുന്നത്. അതായത് ഇത് ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ധൈര്യത്തിൽ ക്വിറ്റ് ചെയ്യാൻ പറ്റിയത്, ഒരു സൈഡ് ഇൻകം ഞാൻ ഇതിനു വേണ്ടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്കറിയായിരുന്നു എൻ്റെ ഹെൽത്ത് ഭയങ്കര വീക്കായിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഏത് നിമിഷവും ഞാൻ ഈ ജോലിയിൽ നിന്ന് ഇറങ്ങി വരാമെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറിയ രീതിയിലൊക്കെ സൈഡ് ഇൻകത്തിനുള്ള വഴിയും ഫ്രീലാൻസും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈസിലി എനിക്ക് ആ ജോലി വിടാൻ വേണ്ടി പറ്റിയത്. അപ്പോഴും ചെറിയ ഇൻകം ഞാൻ ജോലി വിട്ടപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല റിലാക്സ് ചെയ്യാൻ പറ്റി, നല്ലൊരു മെൻ്റൽ ഹെൽത്ത് കിട്ടി, എൻ്റെ ഹെൽത്ത് ഓക്കെ ആയി. അങ്ങനെ ഓക്കെ ആയ സമയത്ത് എനിക്ക് നല്ല ടൈം കിട്ടി, ഹാപ്പിയായി. ആ സമയത്ത് വീണ്ടും പതുക്കെ എന്ത് ചെയ്തു, അടുത്തൊരു ഇൻകം സ്ട്രീം ഞാൻ കണ്ടുപിടിക്കാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള പാസീവ് ഇൻകം ഉണ്ട്. എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ലൈഫാണ് ഞാൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.
ഞാൻ അന്ന് അതുപോലെ എനിക്ക് വേണ്ട കാര്യം ചെയ്യാതെ ഞാൻ ആ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്ത് പൈസ വേണമല്ലോ, കഷ്ടപ്പെടാതെ ഒരു രക്ഷയില്ല എന്ന് വിചാരിച്ചും കൊണ്ട് ഞാൻ ശരിക്കും അതിൽ തന്നെ കടിച്ചു തൂങ്ങി കിടന്നിരുന്നെങ്കിൽ ഞാൻ ഇന്ന് വല്ല ഹോസ്പിറ്റലും അഡ്മിറ്റായി കിടന്നേനെ, ജോലി ക്വിറ്റ് ചെയ്ത് നാട്ടിൽ പോകേണ്ട വന്നേനെ കുട്ടികളെയും കൊണ്ട്. അന്ന് ഞാൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് എൻ്റെ ഒരു ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നതും എൻ്റെ ഫാമിലി ലൈഫ് എനിക്ക് കറക്റ്റായി കൊണ്ടുപോകാൻ പറ്റുന്നത്, എൻ്റെ കുട്ടികൾക്ക് വേണ്ട കാര്യം ചെയ്യാൻ പറ്റുന്നത്, എൻ്റെ പേരൻസിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് നമ്മുടെ ഹെൽത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെൻ്റൽ ഹെൽത്ത് അതിലുപരി ഇമ്പോർട്ടൻ്റ് ആണ്. സോ നിങ്ങൾ എന്താണോ നിങ്ങളെ അലട്ടുന്നത്, എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, അവിടെ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കുക. നിങ്ങൾക്ക് ജോലിയിൽ ഭാരം കൊണ്ട് നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാതെ കൺഫ്യൂസ് ആയിരിക്കുകയാണോ, അതിനെന്താ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കുക. വീട്ടുജോലി ഭാരങ്ങളൊക്കെ കുറച്ച് കുറയ്ക്കേണ്ടതുണ്ടോ, അതിനു വേണ്ടി എന്താ ചെയ്യാൻ പറ്റുന്നത് നോക്കാം. ഇനി നിങ്ങൾ ഫിനാൻഷ്യൽ പ്രോബ്ലമാണോ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത്, അതിനെന്താ ചെയ്യാൻ പറ്റുകയെന്ന് നോക്കുക. മറ്റുള്ളവർ സ്പീഡിലെല്ലാം അച്ചീവ് ചെയ്ത് പോകുന്നു, എന്നെക്കൊണ്ടൊന്നും പറ്റുന്നില്ല എന്ന് ചിന്തിക്കരുത്. ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. ചിലപ്പോൾ നിങ്ങൾ പതുക്കെ തുടങ്ങിയാൽ മതി. സ്ലോ ആയിട്ടുള്ള ഗ്രോത്താണ് എപ്പോഴും സ്റ്റഡി ആയിട്ട് നിൽക്കുക. പെട്ടെന്ന് നമുക്കൊരു ഗ്രോത്ത് ഒന്നും വേണ്ട. നിങ്ങൾ നമ്മുടെ ഓരോ ലൈഫിൽ ഓരോ ഘട്ടത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിച്ചാണ് വന്നത്. നമ്മൾ ചെറുപ്പത്തിലിരുന്ന പോലെയാണോ നമ്മൾ കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി നമ്മളൊരു ഫാമിലി ലൈഫ് വന്നപ്പോൾ നമ്മൾ എന്തെല്ലാം പഠിച്ചു? ക്ഷമിക്കാൻ പഠിച്ചു, ഹാർഡ് വർക്ക് ചെയ്യാൻ പഠിച്ചു, പ്രോപ്പറായിട്ട് ഡിസിപ്ലിനായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചു, റൂട്ടീൻ പഠിച്ചു, എന്തെല്ലാം കാര്യങ്ങൾ വെച്ചു. ഇതെല്ലാം നമ്മുടെ ഓരോ ലൈഫിൽ ഓരോ ഘട്ടവും നമുക്കൊരു ലേണിംഗ് പീരീഡായിട്ട് തന്നെ കണക്കാക്കുക. അതുകൊണ്ട് ഇനി 40 വയസ്സായാലും ശരി, 50 വയസ്സായാലും ശരി, നിങ്ങൾക്ക് ബാക്കിയുള്ള സമയം മെൻ്റലി നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രെസ്സൊക്കെ കുറച്ച് എൻജോയ് ചെയ്ത് പീസ്ഫുള്ളായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്തോ. ഒട്ടും വൈകിട്ടില്ല. ഏത് ഏജിലും നിങ്ങൾക്ക് പഠിക്കാനും പറ്റും. ഏത് ഏജിൽ നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ, പുതിയ സ്കില്ലുകളൊക്കെ പഠിക്കാനൊന്നും ലേറ്റായിട്ടില്ല. ഇതൊക്കെ കാലം വേറെയാണ്, അന്നത്തെ കാലമൊന്നുമല്ല. നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങൾക്ക് എന്തെല്ലാം തൊഴിലുകൾ നിങ്ങളുടെ ചുറ്റും ഉണ്ടാവും, എന്തെല്ലാം സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നാട്ടിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെയൊക്കെ ഫ്രണ്ട്സൊക്കെ ജിമ്മിൽ പോകുന്നവരാണ് നാട്ടിൽ. അത്രയ്ക്കും അവരവരുടെ ലൈഫ് വേറൊരു ലെവലിലാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും അങ്ങനെ ചിന്തിച്ച് ഇനി എന്താണ് ചെയ്യുകയെന്ന് ചിന്തിച്ച് സ്റ്റക്കായിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. ഒട്ടും ലേറ്റായിട്ടില്ല. മറ്റുള്ളവരായിട്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് മറ്റുള്ളവരായിട്ട് കമ്പയർ ചെയ്യരുത്, ഓവർ തിങ്ക് ചെയ്യരുത്. ഓവർ തിങ്കാണ് നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാതാക്കിക്കുന്നത്. ഓവർ തിങ്ക് ചെയ്യാൻ പോവരുത്. സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത എന്തെങ്കിലുമൊക്കെ വഴികൾ നിങ്ങളുടെ മുന്നിൽ തെളിഞ്ഞ് കിട്ടും. അതുകൊണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബെസ്റ്റ് വിഷസ് നേരുന്നു. എല്ലാവരും സക്സസ്ഫുള്ളാവണം. എല്ലാവരും മെൻ്റലി നല്ല ഹെൽത്തി ആയിരിക്കണം. എല്ലാവർക്കും എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്കും വീഡിയോസൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ലൈഫിൻ്റെ ഇന്നത്തെ ഡെയിലി വ്ളോഗ്സായിട്ടാണ് ഞാൻ എൻ്റെ കൂടുതലും വീഡിയോസ് ഇടുന്നത്. അതിനകത്താണ് ഞാൻ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. നല്ല വെയിലാണ്. ഈ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിക്കട്ടെ. അടുത്ത